ഹലോ. അപ്പോൾ എനിക്കിത് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം പ്രതീക്ഷിക്കാതെ ഒരു കോംബോ ഓർഡർ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ വന്നു. കാരണം എനിക്ക് തോന്നുന്നു എന്താ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഓർഡർ കിട്ടുമെന്ന്. നാല് ഇൻവിസിബിൾ ചെയിൻസാണ് ഞാൻ കാട്ടിത്തരാം എങ്ങനത്തെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം തുടങ്ങി കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നോ, ഇങ്ങനെ ഒരുപാട് പേര് അറിയുന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും ഇങ്ങനെ ഒത്തിരി ഓർഡേഴ്സൊക്കെ കിട്ടി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ തുടങ്ങുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആവുമായിരിക്കും, നമുക്ക് കുറച്ചെടുത്തിട്ടൊക്കെ നോക്കാം. പക്ഷെ എന്നാലും ഞങ്ങൾ എടുത്തപ്പോൾ തന്നെ ഒരുപാട് ഓർഡേഴ്സ് കിട്ടി. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രോഡക്റ്റ്സ് വാങ്ങാൻ പറ്റി. എന്താ പറയുക, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ എത്രയൊക്കെ വിജയം കൈവരിക്കാൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ അതിനു വേണ്ടിയൊന്നും ഇല്ലല്ലോ. അതിനു വേണ്ടിയൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും ഓർഡേഴ്സ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ എത്രയും പേര് പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവർ വാങ്ങുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ. അപ്പോൾ ഇതാണ് ആ 4 ക്യൂട്ടായിട്ടുള്ള ഇൻവിസിബിൾ ചെയിൻസ്. ഇത് 3ഉം ലോട്ടസിൻ്റെയാണ്. 3 അല്ല കേട്ടോ, 4 ഉണ്ട്. 4 ലോട്ടസിൻ്റെ ചെയിനാണ് ഇത്. ഒരെണ്ണം ഒരു പിങ്ക് കളറും ബാക്കി 3 ഒരു മെറൂൺ ഷെയ്ഡുമാണ് വരുന്നത്. നോക്കിക്കേ എന്ത് ക്യൂട്ടാണെന്ന്. നല്ല ഭംഗിയായിട്ട്. ഇത് ഒരു ലോക്കറ്റേ വരുന്നുണ്ടെങ്കിൽ പോലും അത് നെക്കിൽ വെക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗിയാണ്. മാത്രമല്ല ലോട്ടസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുക കൂടിയാണല്ലോ. ഞാനിത് പാക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സ്റ്റാപ്ലെയർ പിന്നെ വെച്ചിട്ട് പേപ്പർ വെച്ച് സ്റ്റാപ്ലെയർ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഒടിയാനും പെട്ടെന്ന് മടങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുമ്പം അവർക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് തട്ടി മുട്ടി അങ്ങനെ ഒരു ഇത് വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന്. അത് എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്, പക്ഷേ എനിക്കെന്തോ അങ്ങനെ ചെയ്തപ്പം ഓക്കെ ആകും എന്നൊരു തോന്നലുണ്ടായത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റാട്ടോ. ഒരു 4 കോംബോ വാങ്ങിച്ചപ്പം എൻ്റെ ആ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങൾ വെക്കുന്ന. പക്ഷേ ആ ഗിഫ്റ്റിൽ വെച്ചേക്കുന്ന ചെയ്യുന്നില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് കഴുത്തിലിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഇപ്പം ഓണത്തിനെന്നോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനോ അങ്ങനെ മാത്രമല്ല, നമുക്ക് ഏത് കുർത്തീസിൻ്റെ കൂടെ ആയാലും പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചെയിനാട്ടോ അതെനിക്ക് കൂട്ടത്തിലുള്ളതിൽ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ആ ചെയിനോട്. പിന്നെ പാക്കിംഗ് ആയിരുന്നു. രണ്ടെണ്ണം വീതം കേട്ടോ ഞാൻ ഇട്ടത്. അങ്ങനെ മാത്രമല്ല എൻ്റെ കയ്യിൽ കവറ് തീർന്നിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം ഇങ്ങനെ വെച്ചേക്കാം, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് എന്തായാലും തട്ടി മുട്ടി അത് ഒടിയാനൊക്കെ ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വീതം വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് ബോക്സ് ഇങ്ങനെ ബോക്സാക്കി എടുക്കുക, ഈ കാർഡ്ബോർഡ് പേപ്പർ ബോക്സാക്കി എടുക്കുന്ന ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സംഭവമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ മടക്കിയെടുത്ത് ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് കൂടുതലും അവളെ പാക്ക് ചെയ്യുന്നെങ്കിൽ പോലും ബോക്സിൻ്റെ സംഭവം ഞാൻ ഏറ്റെടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം 2 മാല വെക്കുന്ന ഒരു പാക്കറ്റ്, പിന്നെ സെക്കൻഡ് 2 മാല വെക്കുന്ന വേറൊരു പാക്കറ്റും വെച്ചു. ലാസ്റ്റ് നമ്മുടെ ഗിഫ്റ്റ് വെച്ചിട്ട് നമ്മുടെ ബോക്സ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ 4 മാല +1 ഗിഫ്റ്റ് അതിവിടെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പാക്കിംഗ് ഫുൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ലാസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്മിക കളക്ഷൻസ് നമ്മൾ ഒട്ടിക്കും, പിന്നെ അത് പാക്ക് ചെയ്യുക, ആളുടെ എത്തിക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നല്ല ക്ഷമയോടെ കണ്ട നിങ്ങൾക്ക് താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെ വീഡിയോസ് വീണ്ടും കാണാം. ബൈ. പോവല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.